2 കൊലപാതകം 40 വർഷം. ഒടുവിൽ കുറ്റബോധത്താൽ നീറിയൊരു ഏറ്റുപറച്ചിൽ. 40 വർഷം മുൻപ് 2 കൊലപാതകം നടത്തിയെന്ന് വെളിപ്പെടുത്തുകയാണ് വേങ്ങര സ്വദേശി മുഹമ്മദ് അലി. മകൻ മരിച്ചതോടെ കുറ്റബോധം കൂടി. ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. സുഹൃത്തുക്കളോട് കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിലും ആരും അത് വിശ്വസിച്ചില്ല. എല്ലാം തുറന്നു പറഞ്ഞപ്പോഴാണ് സമാധാനമായതെന്നും മുഹമ്മദ് അലി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഈ റിപ്പോർട്ടോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. തൻ്റെ 16-ാമത്തെ വയസ്സിലും അതുപോലെ തന്നെ 20-ാമത്തെ വയസ്സിലും ഓരോ കൊലപാതകം നടത്തി. അത് 40 വർഷത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ വന്ന് അതിൻ്റെ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. ആ കുറ്റസമ്മതം നടത്തിയ മുഹമ്മദ് നമ്മോടൊപ്പം ഉണ്ട്. ആ കൊല നടത്തിയ ഒരാളെ ആരാണെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രണ്ടുപേരിൽ ഒരാളെ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. ഒരാളെ തിരിച്ചറിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? വളരെ സന്തോഷവും സങ്കടവും കൂടിയ ഒരു സമ്മിശ്ര വികാരമാണ് ഉണ്ടായത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തിരിച്ചറിഞ്ഞല്ലോ. അന്ന് ആളറിയാതെ പോലീസ് മറവ് ചെയ്തൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞല്ലോ, ഞാൻ മൂലം തിരിച്ചറിഞ്ഞല്ലോ എന്നുള്ളൊരു ദുഃഖവും സങ്കടവും എല്ലാം കൂടി ആ കുടുംബത്തിനുണ്ടായ വേദനയും ഞാൻ പങ്കുവെക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഇത്രയും കാലം എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളൊരു ചിന്തയിൽ അവർ ജീവിക്കുകയായിരുന്നു. അപ്പോൾ അത് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് അവരുടേതായ ഒരു കർമ്മങ്ങൾ, അവരുടെ സമുദായ ആചാരപ്രകാരം ഒരു കർമ്മങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഞാൻ മൂലം ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തല്ലോ. ഒന്നത്. രണ്ടാമത് ആ കുടുംബത്തിൻ്റെ ദുഃഖത്തോടു കൂടി ഞാനും പങ്കുചേരുകയാണ്. ഈ 2 കൊല നടക്കുന്നത് സ്വന്തം ആവശ്യപ്രകാരം, അതായത് സ്വന്തം താല്പര്യം, അത്തരം പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ടാണോ അതോ അബദ്ധത്തിൽ സംഭവിച്ചതാണോ? എന്താണ് സംഭവിച്ചത്? ആദ്യത്തേത് ഞാൻ സ്വയം ആലോചിച്ച് തീരുമാനിച്ച് ചെയ്തതാണ്. രണ്ടാമത്തെ അബദ്ധത്തിൽ ചെന്ന് പെട്ടതാണ്. അബദ്ധമായിരുന്നു. രണ്ടാമത്തെ അബദ്ധമായിരുന്നു. ആദ്യ കൊലപാതകം നടക്കുന്ന എത്ര വയസ്സിലാണ്? അത് 16-ാമത്തെ വയസ്സിൽ. രണ്ടാമത്തേത് 20-ാമത്തെ വയസ്സിൽ. പിന്നീട് ഇത്രയും കാലത്തിന് ശേഷം ഇത് കുടുംബത്തോടോ സുഹൃത്തുക്കളോടോ ഒന്നും പറഞ്ഞില്ല. പിന്നീട് ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? സുഹൃത്തുക്കളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മദ്യപിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ആരും അത്ര വിശ്വസിച്ചിട്ടില്ല. കാരണം ഞാൻ ആരോടും ഒന്നിനും ഒരു അടിപിടിക്കോ ബഹളത്തിനോ ഒന്നിനും പോകാതെ ശരി ശാന്ത സ്വഭാവമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആരും വിശ്വസിച്ചിട്ടില്ല ഞാനങ്ങനെ ചെയ്യുമെന്നുള്ളത്. എല്ലാവരും പിന്നീട് വാർത്തകളിൽ നിന്നാണ് അറിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും വിശ്വാസം വന്നത്. ഈ കുടുംബങ്ങളെയൊക്കെ, ഇവരുടെ കുടുംബങ്ങളെയൊക്കെ അറിയാവുന്നതാണോ അതോ ഈ കൊലപ്പെടുത്തിയ ആളുകളൊക്കെ നേരത്തെ അറിയാവുന്നവർ തന്നെയാണോ? അല്ല, ആരും അറിയില്ല. ഈ വ്യക്തിനെ പോലും അറിയില്ല, കുടുംബങ്ങളെ അറിയില്ല, ആരും അറിയില്ല. ഈ കൊലയിലേക്ക് ആദ്യ കൊലപാതകം ഉണ്ടായ കാരണം എന്തായിരുന്നു? ആദ്യ കൊലപാതകം ഉണ്ടായ കാരണം അദ്ദേഹം എന്നെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു. ഉപദ്രവിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പെങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് അയാൾ എന്നെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചത്. അത് കഴിഞ്ഞ് 3 ദിവസം കാത്തിരുന്നതിന് ശേഷം അങ്ങനെ വരുന്ന സമയത്ത് ചെറിയൊരു തോടാണ്. ആ തോട്ടിലിരുന്ന് ഇയാൾ ചന്തി കഴുകുന്ന സമയത്ത് വെളിക്കിറങ്ങി ചന്തി കഴുകുന്ന സമയത്ത് ഞാൻ പുറകിൽ നിന്ന് ചവിട്ടി അയാൾ വീണു കഴിഞ്ഞതിന് ശേഷം അനക്കമില്ലാന്ന് കണ്ടു കഴിഞ്ഞ ശേഷമാണ് അവിടെ നിന്ന് കയറിപ്പോയി. ഞാൻ പിന്നെ വീട്ടിൽ പോയി 3 ദിവസം കഴിഞ്ഞ് അങ്ങാടിക്ക് വരുമ്പോഴാണ് ആൾക്കാർ പറഞ്ഞറിയുന്നത് അങ്ങനെ ഒരു ബോഡി അവിടെ തോട്ടിലുണ്ട്, ചീഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ പോയി നോക്കുമ്പോൾ ഞാനാ ചെയ്ത അതേ രീതിയിൽ തന്നെ കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇവിടുന്ന് വയനാട്ടിലേക്ക് പോയി 1 കൊല്ലം വയനാട്ടിൽ ജീവിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ തിരിച്ച് കോഴിക്കോട് വന്ന് താമസിക്കുന്ന സമയത്താണ് രണ്ടാമത്തെ അബദ്ധത്തിൽ ഈ കൊലപാതകത്തിൽ ചെന്നപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതെന്തായിരുന്നു? അത് ഞാനവിടെ ചെറിയ പണികളൊക്കെ എടുത്ത് നടക്കുമ്പോൾ അവിടെ കഞ്ചാവ് ബാബു എന്ന് പറഞ്ഞൊരു വ്യക്തി വന്നിരുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പൈസ പോക്കറ്റ് അടിച്ച് പോയി എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം വന്ന് പറഞ്ഞ് പോക്കറ്റ് അടിച്ച വ്യക്തിനെ ഞാൻ കണ്ടുപിടിച്ചു, അയാൾ ഇന്ന സ്ഥലത്തുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു 11 മണിയായപ്പോൾ ഞങ്ങൾ ബീച്ചിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാളൊരു മരത്തിൻ്റെ ചുവട്ടിലോട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ മരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ കുറച്ച് ദൂരെ മാറി നിന്നു. അദ്ദേഹം പോയി ഇയാളെ കണ്ട് വർത്താനം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരൊന്നും തള്ളമായി. അങ്ങനെ മറ്റേ ആൾ വീണു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ബാബു അയാളുടെ പുറത്ത് കയറിയിരുന്നു തല മണ്ണിൽ അമർത്തി പിടിച്ചു. അപ്പോൾ കാലിട്ടടിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു കാലെ പിടിച്ചു വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്ന് കാലെ പിടിച്ചു വെച്ചു. പക്ഷെ അനക്കം നിന്ന് കഴിഞ്ഞപ്പോഴാണ് പിന്നെ അയാൾ മരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മരിച്ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 2 വഴിക്ക് പിരിഞ്ഞു അവിടുന്ന്. പിന്നെ ബാബുവിനെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ പിന്നീട് കോഴിക്കോട് നിന്ന് പിന്നെ അവിടുന്ന് പോകുന്ന നാട്ടിൽ വന്ന് 3-4 ദിവസം നാട്ടിൽ നിന്നതിന് ശേഷം പിന്നെ ഞാൻ വയനാട്ടിലേക്ക് തന്നെ പോയി. ഈ 2 കൊലപാതകവും നടത്തി കഴിഞ്ഞ് ഇത്രയും കാലത്തിന് ശേഷം 40 വർഷത്തിന് ശേഷമാണ് പിന്നീട് ഇത് പറയുന്നത്. ഈ ഒരു പീരീഡിൽ എന്തായിരുന്നു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടി ഇപ്പോൾ അവന് 9-ാമത്തെ വയസ്സിൽ ആക്സിഡൻ്റായി മരിച്ചതിന് ശേഷം എനിക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങൾ തുടങ്ങി, വേദനകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ തുടങ്ങി. അപ്പോൾ തുടങ്ങിയതിന് ശേഷം പിന്നെ മദ്യപാനം തുടങ്ങി. എൻ്റെ ചെറിയ മോനെ ഡ്രൈവറായിട്ട് പോകാൻ തുടങ്ങിയതിന് ശേഷം ആക്സിഡൻറ്റുകൾ സംഭവിച്ചു, 2 ആക്സിഡൻറ്റുകൾ സംഭവിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ചെയ്ത പാപം കൊണ്ടാണ് മക്കൾക്ക് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നി.
അങ്ങനെ പിന്നെ മാനസികമായിട്ടാണ് തകർന്നു. പിന്നെ മദ്യപാനം തുടങ്ങി, വീട്ടിൽ പോകാതെയായി, വേറെ എവിടെയെങ്കിലുമൊക്കെ താമസമായി, പിന്നെ എവിടെയെങ്കിലുമൊക്കെ പറമ്പിലൊക്കെ, കാട്ടിലും പറമ്പിലൊക്കെ പോയി കിടന്ന് ലാസ്റ്റ് പിന്നെ മരിക്കണം എന്നുള്ള ആഗ്രഹമായി. മരിക്കാൻ വേണ്ടി നിന്ന് അന്നാണ് പിന്നെ ലാസ്റ്റ് എനിക്ക് തോന്നി മരിക്കേണ്ട, ഇത് സത്യാവസ്ഥ ലോകത്തോട് വിളിച്ചു പറയാം. അങ്ങനെയാണ് ഞാൻ വേങ്ങര സ്റ്റേഷനിൽ ചെന്ന് പറയുന്നതും ഈ കേസ് ഇവിടെ വരെ എത്തുന്നത്. പോലീസിൽ പറഞ്ഞപ്പോൾ പോലീസ് അന്വേഷണം നടത്തി ഒരാളെയാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടില്ല. ഇനി ഒരാളെയും കൂടി കണ്ടെത്താനുണ്ട്, കൊല്ലപ്പെട്ട ആളെ കണ്ടെത്താൻ. അതുകൂടി കണ്ടെത്തേണ്ടതില്ലേ? കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നു, കണ്ടെത്തേണ്ടതുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതും കൂടിയാണ്. ഇപ്പോൾ രണ്ട് പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. അതിൽ ഒരാളെ ഇപ്പോൾ പോലീസ് എന്തായാലും കണ്ടെത്തുകയും ചെയ്തു. ഒരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തി. വലിയ ശിക്ഷ എന്തായാലും ഇതിനകത്ത് ഉണ്ടായിരിക്കും. അത്തരം ശിക്ഷകളൊക്കെ അംഗീകരിക്കാൻ ശിക്ഷ സ്വീകരിക്കാൻ തയ്യാറായതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് പോയി ഹാജരായത് പറഞ്ഞത്. അതെ, ശിക്ഷ സ്വീകരിക്കും. സ്വീകരിക്കും. എന്ത് ശിക്ഷയാണെങ്കിലും സ്വീകരിക്കും. പിന്നെ ഞാൻ ഇത്രയും കാലം അനുഭവിച്ച ശിക്ഷ എനിക്കിനി ഏത് കോടതി തന്നാലും എനിക്കൊന്നും ആവില്ല എന്നും എനിക്കറിയാം. ഈ മാനസികമായിട്ടുള്ള അവസ്ഥ, ഏത് കോടതി എനിക്ക് എന്ത് ശിക്ഷ തന്നാലും ഒന്നും ആവില്ല എന്ന് എനിക്കറിയാം. അത് തന്നെയാണ് മുഹമ്മദിന് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏത് ശിക്ഷ സ്വീകരിക്കാനും അദ്ദേഹം തയ്യാറാണ്. അതിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്, മാനസികമായ അതിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് അദ്ദേഹം എന്ന് ഉറപ്പിച്ച് പറയുന്നു.